എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർ വരെയും പോയിട്ട് തിരികെ നമ്മൾ എറണാകുളം വരെ വരുന്നത് ഒരു കാറിലാണെങ്കിൽ നമ്മൾ ടോളായിട്ട് 2400 ചില്ലാൻ രൂപ നൽകേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ എനിക്ക് ചിലവായത് വെറും 375 രൂപ മാത്രം. എങ്ങനെയാണ് ഈ സംഭവം എന്ന് അറിയണ്ടേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാമെന്നത്. അതാണ് ആനുവൽ പാസ്. ആനുവൽ പാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ 145 രൂപ വരെ നൽകേണ്ടുന്ന ഒരു ടോൾ ഗേറ്റിൽ വെറും 15 രൂപയ്ക്ക് നിങ്ങൾക്ക് കടന്നു പോകാനാകും. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് എങ്ങനെ ഒരു ആനുവൽ പാസ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ എന്നെ ഫോളോ ചെയ്യാത്തവർ ഇത്തരം അറിവുകൾക്കായിട്ടൊന്ന് ഫോളോ ചെയ്യാനും മറക്കില്ല കേട്ടോ. ആനുവൽ പാസ് ലഭിക്കാനായി രാജ്മാർഗ് യാത്ര എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇതിനിടയിൽ നോട്ടിഫിക്കേഷൻ്റെയും ലൊക്കേഷൻ്റെയും ഒക്കെ പെർമിഷൻ ചോദിക്കും. അതൊക്കെ നൽകി കഴിയുമ്പോൾ ഭാഷ സെലക്ട് ചെയ്യാം. ഹോം സ്ക്രീനിൽ കാണുന്ന ആനുവൽ പാസ് എന്നത് സെലക്ട് ചെയ്താൽ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ കാണാം. നാഷണൽ ഹൈവേകളിലെ ഏത് ടോളിലൂടെയും 200 തവണ കടന്നു പോകുന്നതിന് അനുവാദമുള്ള ഈ പാസിന് നമ്മൾ 3000 രൂപയാണ് ഒറ്റ തവണയെ നൽകേണ്ടത്. അതായത് 140 രൂപ ടോൾ കൊടുക്കേണ്ട ഗേറ്റായാലും 30 രൂപ ചോദിക്കുന്നിടത്തായാലും നമ്മൾ കൊടുക്കുന്ന 3000 രൂപയിൽ നിന്നും 15 രൂപയാണ് കുറയ്ക്കുക. ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർത്താൽ മതി. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മാത്രമേ ആനുവൽ പാസ് കിട്ടൂ. ആ വാഹനത്തിന് വാലിഡായ ഒരു ഫാസ്ടാഗ് ഉണ്ടായിരിക്കുകയും വേണം. നെക്സ്റ്റ് അമർത്തി ആക്ടിവേറ്റ് എന്നതിൽ അമർത്തിയിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് അമർത്തിയാൽ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ശേഷം ഗെറ്റ് പാസ് അമർത്തി വിവരം ശരിയല്ലേ എന്ന് ഉറപ്പുവരുത്തി വാലിഡേറ്റ് അമർത്തുക. അടുത്തതായി വരുന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻസ് മറ്റൊരു മൊബൈൽ നമ്പറിലേക്കാണ് ലഭിക്കേണ്ടതെങ്കിൽ മാത്രം അവിടെ നമ്പർ മാറ്റുക, അല്ലെങ്കിൽ പ്രൊസീഡ് അമർത്തുക. ഇനി വരുന്ന സ്ക്രീനിൽ ഇവിടെ ടിക്കിട്ട ശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് അമർത്തി പേയ്മെന്റ് നൽകുക. പേയ്മെന്റ് സക്സസ് ആയി കഴിയുമ്പോൾ ആദ്യം നമ്മൾ പ്രസ് ചെയ്ത ആനുവൽ പാസ് എന്നതിൽ ഒരിക്കൽ കൂടി അമർത്തിയാൽ ഇതുപോലെ നമ്മുടെ പാസ് കാണാം. ഓരോ തവണ ടോൾ ഗേറ്റ് കടന്നു പോകുമ്പോഴും നമുക്ക് ഇവിടെ 200 എന്നതിൽ ആ ഒരു എണ്ണം കുറയുകയും അത് SMS ആയി വരികയും ചെയ്യും.